ഹായ് കൂട്ടുകാരെ, കാഴ്ചപ്പാടിൻ്റെ മൂന്നാമത്തെ പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കല്യാണി ഒരിക്കലും തൻ്റെ ഇഷ്ടം ആ വ്യക്തിയോട് തുറന്ന് പറയില്ല. കാരണം താൻ ഇനി അത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി തന്നോട് ദേഷ്യപ്പെടുമോ, തന്നെ കളിയാക്കുമോ എന്നുള്ളൊരു പേടി കാരണം കല്യാണി അത് തുറന്ന് പറയത്തില്ല. പക്ഷേ കല്യാണി ഒരു കാര്യം തീരുമാനിച്ചു, തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായ അമ്മുവിൻ്റെ അടുത്ത് തൻ്റെ പ്രണയം തുറന്ന് പറയുക എന്നുള്ളത്. അതിനുവേണ്ടി അവൾ രാവിലെ തന്നെ അമ്മുവിനെ കാണാനായിട്ട് വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അമ്മയാണുള്ളത്. അപ്പോൾ അമ്മയോട് അമ്മു എന്തെങ്കിലും ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അവൾ രാവിലെ അമ്പലത്തിൽ പോയെന്ന്. തന്നെ കൂട്ടാതെ അവൾ അമ്പലത്തിൽ പോയോ എന്ന് ചിന്തിച്ച് അവൾ ശരിയമ്മേ ഞാൻ എന്നാൽ പിന്നെ വരാമെന്ന് പറഞ്ഞ് തിരിയുന്ന സമയത്താണ് അമ്മു അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്നത്. അമ്മുവിനെ കണ്ടപ്പോഴത്തേക്ക് അവൾ ആകെ ഷോക്കായി. കാരണം അവൾ വന്നിറങ്ങിയത് ഒരു ബൈക്കിലാണ്, അതും നന്ദുവിൻ്റെ കൂടെ. അതെ, നന്ദു. അവൾ അത്രയും ഷോക്കാവാനുള്ള മെയിൻ കാരണം അവൾ സ്നേഹിക്കുന്നത് നന്ദുവിനെയാണ്. അമ്മു ബൈക്കിനിറങ്ങി കല്യാണിയെ കണ്ടപ്പോൾ അമ്മുവും ചെറിയ രീതിയിലൊന്ന് ഷോക്കായി. കാരണം കല്യാണിയോട് പറയാതാണല്ലോ അമ്മു അമ്പലത്തിൽ പോയത്. അവളെ കൂടാതെ അവളെങ്ങും പോകാറില്ല. അപ്പം ഇനി കല്യാണി എന്നോട് പിണങ്ങി കാണുമോ എന്നുള്ളൊരു ടെൻഷൻ അമ്മുവിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ അമ്മു അടുത്തേക്ക് ഓടിച്ചെന്ന് കല്യാണിയുടെ അടുത്ത് ആദ്യം നിന്ന് സോറി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു അത്യാവശ്യ വഴിപാട് കഴിപ്പിക്കാനായിട്ട് പോയതാണ്, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അപ്പോൾ അതിനൊരു തടസ്സം കൂടാതെ നടന്നു കിട്ടാനും വേണ്ടി ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോയതാണ്, അതുകൊണ്ട് നിന്നോട് എനിക്ക് പറയാൻ പറ്റാന്നേ എന്ന് പറയും. ഒരു ചെറു പുഞ്ചിരിയോടെ നമ്മുടെ കല്യാണി അതൊന്നും സാരമില്ലെന്ന് പറയും. എന്നിട്ട് കല്യാണി അമ്മുവിൻ്റെ അടുത്ത് ചോദിക്കും, എന്ത് അത്യാവശ്യ വഴിപാടാണ് നീ കഴിപ്പിക്കാൻ പോയത്, അതും എന്നോട് പോലും പറയാതെ നീ അമ്പലത്തിൽ ഇത്ര അത്യാവശ്യമായിട്ട് പോകുന്നെങ്കിൽ അതിൽ എന്തോ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പം ചിരിച്ചുകൊണ്ട് അമ്മു അതൊരു സർപ്രൈസ് ആടി എന്ന് പറയും. അത് കേട്ടുകൊണ്ട് കല്യാണി ചോദിക്കും, സർപ്രൈസോ, എന്ത് സർപ്രൈസ്?